ചപ്പാത്തിയുടെ മാവിൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ പരത്തുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അക്ബർ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നത്, എത്ര ചപ്പാത്തിയാണ് ഇന്നലെ കുഴച്ചപ്പം പ്രശ്നം ഉണ്ടായത്? അത് 3 ചപ്പാത്തിക്ക് ഒട്ടിപ്പിടിച്ച് ഭയങ്കര പാടായിരുന്നെന്ന് പറഞ്ഞ്. അപ്പോൾ ഉടനെ പറയാണ്, അതിനാണോ ഈ എന്തോ മഹാസംഭവം നടന്ന കണക്കുള്ള സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അനീഷ് അങ്ങ് സ്റ്റാർട്ടായി. ഭയങ്കരമായ ബഹളമാണ് ലൈവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അനീഷ് ഒരു കാര്യം തന്നെ 4-5 പ്രാവശ്യം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അനുമോള് പറയുന്നുണ്ട്, ഞാനാ ഉരുട്ടിയത്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഞാനാ ചുട്ടത്. എന്തായാലും 10ന് മുകളിലുള്ള ചപ്പാത്തി വെള്ളം പോലെ ആയിപ്പോയി, ഭയങ്കര പാടായിരുന്നു ചുട്ടെടുക്കാനെന്ന് പറയുന്നുണ്ട്. വെള്ളം കൂട്ടിക്കഴിഞ്ഞാൽ പരത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇയാൾ എന്തിനാ ഈ പിശുക്ക് കാണിക്കുന്നത്? കുറച്ച് മാവും കൂടി ഇട്ട് കുഴച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവുമല്ലോ എന്ന് അക്ബർ പറയുന്നുണ്ട്. ബിന്നി അപ്പോഴൊക്കെ പറയുന്നുണ്ട്, ചേട്ടാ ഒരു മിസ്റ്റേക്ക് കാണിച്ചാൽ അവർക്ക് പറയാനുള്ളൊരു സ്പേസ് ഇല്ലേ? അവരൊരു ടീം വർക്കായിട്ട് ജോലി ചെയ്യുന്നവരല്ലേ? അവർ പറയുന്നതിനകത്ത് എന്താണ് ചേട്ടൻ്റെ പ്രശ്നം? അപ്പം ഞാൻ എന്ത് മിസ്റ്റേക്ക് കാണിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് അനീഷ് ബിന്നിക്ക് നേരെ തിരികെയാണ്. ഭയങ്കര ബഹളം. അതിന് പറയേണ്ട രീതിയിൽ പറയണമെന്ന് അനീഷ് ബിന്നിയോട് പറയാണ്. ബിന്നി പറയുന്നുണ്ട്, ഞാൻ പറയേണ്ട രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സ്പൈക്കുട്ടം വന്നപ്പോൾ പോലും ഞാൻ ഇവിടുന്ന് പോയില്ല, ഞാൻ ഇവിടെ നിന്ന് ഇത് കുഴച്ചുകൊണ്ടിരുന്നതായിരുന്നു. ബാക്കി എല്ലാവരും ഓടി. പക്ഷെ ഞാൻ പോവാതെ ഇവിടെ തന്നെ നിന്ന് ഈ ജോലി എടുത്തതെന്ന് അനീഷ് പറയുന്നുണ്ട്. ഞാൻ ആത്മാർത്ഥതയോട് കൂടി ഇവിടെ നിന്ന് ജോലി എടുത്തതാണെന്ന് അനീഷ് പറയുന്നുണ്ട്. പിന്നെ എന്തിനാ സ്റ്റോർ റൂമിലേക്ക് ഓടിപ്പോയെന്ന് ബിന്നി ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനകത്ത് ഒരു പ്രശ്നമില്ലെന്ന് ബിന്നി പറയുന്നുണ്ട്. ഞാൻ സ്റ്റോർ റൂമിലേക്ക് പോയപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇത് സേഫായിട്ടിരിക്കുമെന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ടാണ് എല്ലാവരും ഉള്ള സമയത്ത് ഞാൻ പോയതെന്ന് അനീഷ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് സ്റ്റോർ റൂമിലേക്ക് പോകണമെങ്കിൽ പോകാം. എനിക്ക് സ്റ്റോർ റൂമിൽ പോകണമെന്ന് തോന്നുമ്പോൾ ഞാൻ പോകും. എന്നോട് സ്റ്റോർ റൂമിൽ പോകണ്ടെന്ന് പറയാൻ നിങ്ങളൊക്കെ ആരാന്ന് അനീഷ് ചോദിക്കുന്നത്. ഇതിന് ആത്മാർത്ഥതയെന്നല്ല പറയുന്നത്, അശ്രദ്ധയെന്നാണെന്ന് നമ്മുടെ നിവിൻ പറയുന്നുണ്ട്. മാവ് കുഴിച്ച കൈ കൊണ്ട് നിങ്ങൾ സ്റ്റോർ റൂമിൽ പോയി അവിടെയുള്ള കീടാണുക്കളെല്ലാം വന്ന് ഈ ചപ്പാത്തിയുടെ മാവിലിരുന്ന് ഞങ്ങളിത് ഭക്ഷിച്ച് ഞങ്ങൾക്ക് വല്ല കൊറോണയോ മലേറിയോ വല്ലതും വന്നാൽ നിങ്ങൾ ഉത്തരവാദിത്തം പറയുമോ അനീഷ് ഏട്ടാന്നും പറഞ്ഞിട്ട് നമ്മുടെ നിവിൻ അനീഷിന് നേരെ ഭയങ്കര വേള നടക്കുകയാണ് ലൈവിൽ. ഇനി ഇത് ആവർത്തിക്കരുത്, മാറിക്കും അങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് ആ നെവിൻ്റെ ആ ഒരു സ്റ്റൈലിലുള്ളൊരു പോക്കും ഒരു സംസാരവും നല്ല രസമാണ് ഇപ്പോൾ ലൈവ് കാണാൻ. വഴക്കാണെങ്കിലും ഭയങ്കര ഒരു കോമഡിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നൂറ പറയുന്നുണ്ട്, യൂസ്ലെസ് ഇൻഫർമേഷൻ പൊയ്ക്കോ. താൻ എന്തൊരു ബോറാണ് ഇത്, ഒരു കാര്യം പറയാൻ പറ്റത്തില്ലെന്ന് അക്ബർ ചോദിക്കുന്നു. അനീഷ് പറയുന്നുണ്ട്, നിങ്ങൾ മാത്രമേ പറയത്തുള്ളൂ ബോറാണെന്ന്. ഒരു ബോറും ഇല്ല.